ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ACP ഓഫീസിലേക്ക് വന്ന് ACPയോട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, അയാൾ തന്നെയാണ് മാഡം എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ലമായാണ് പിടിച്ചുകൊണ്ടുപോയത്. തെറ്റായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അയാൾ എൻ്റെ മോളെ കൊണ്ടുപോയതെന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരികയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, വിജയ് ശങ്കർ നിങ്ങൾ ഇതെന്താണ് പറയുന്നത്? ആരെയാണ് പ്രതിയാക്കാൻ നോക്കുന്നത്? ഇവളെ ഏതോ ഒരു ക്രിമിനൽസിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ നല്ല മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് പ്രതിയാക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അർച്ചനയ്ക്കല്ലല്ലോ എനിക്കല്ലേ അയാളെ അറിയാവുന്നത്. അയാളെ നല്ലോണം അറിയാം. അയാളൊരു ഫ്രോഡാണ്. ഞാനും അയാളും തമ്മിൽ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തർക്കമുണ്ടായിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യമാണ് ഈ കുറ്റകൃത്യത്തിന്റെ മോട്ടീവ് എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന തീർത്ത് പറയുന്നുണ്ട്, നോ, നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അയാൾ ചിന്നുവിനെ ഉപദ്രവിച്ചതായി ചിന്നു എന്നോട് പറഞ്ഞിട്ടില്ല മാഡം. അവളെ രക്ഷിച്ച ആ ആൾക്കെതിരെയല്ല കേസെടുക്കേണ്ടത്. യഥാർത്ഥ ക്രിമിനൽസിനെയാണ് കണ്ടുപിടിക്കേണ്ടത് മാഡം. കേസിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല മാഡം എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ കേസിനെ കുറിച്ച് അവളോട് തന്നെ മാഡത്തിനെ നേരിട്ട് ചോദിക്കാമല്ലോ. നോനോട് തന്നെ നേരിട്ട് ചോദിച്ചോളൂ. മോളെ നീ പറ, നടന്നത് എന്താണെന്ന് നീ മാഡത്തിനോട് തുറന്നു പറയേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിജയ് ശങ്കർ ചിന്നുവിനെ പ്രേരിപ്പിക്കുകയാണ് ആ കേസ് കൊടുക്കാൻ. എന്നാൽ ACP വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. പക്ഷേ അതിനു മുന്നേ എനിക്ക് ഇതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പ് കിട്ടണം. ഉറപ്പ് എനിക്ക് തരേണ്ടത് ചിന്നു ആണ്. ഈ കേസിലെ ഇര വന്നിട്ട് ചിന്നു ആണല്ലോ. നിങ്ങൾ ഈ തന്ന പരാതി നിങ്ങളുടേതാണ്. ചിന്നു ആദ്യം പരാതി തരട്ടെ, ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തരട്ടെ, എന്നാ പിന്നെ ഞാൻ ഇതിന് ആക്ഷൻ എടുക്കാമെന്ന് ACP അങ്ങനെ പറയാണ്. ജയശങ്കർ അപ്പൊ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. ആ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്ക്. ബാക്കിയെല്ലാം അച്ഛൻ നോക്കിക്കോളാം. എനിക്ക് നിന്റെ സുരക്ഷിതത്വമാണ് വലുതെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് അർച്ചന പറയുന്നുണ്ട്, മാഡം എന്റെ മോൾക്ക് 18 വയസ്സുണ്ട്. അവളുടെ അച്ഛൻ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് തരാൻ അവൾ ബാധ്യസ്ഥയല്ല എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആരെന്തൊക്കെ പറഞ്ഞാലും മാഡം ഈ പ്രതിക്കെതിരെ കേസ് എടുത്തേ മതിയാവൂ എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ, ശരി ചിന്നു, എന്തായാലും ഈ വൈറ്റ് പേപ്പറിൽ നീയൊരു ഒപ്പിട്ടതായോ എന്ന് ACP ചിന്നുവിനോട് അങ്ങനെ പറയാണ്. ചിന്നു ആണെങ്കിൽ ആകെ ടെൻഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ചിന്നു JK കുറിച്ച് ആലോചിക്കുന്നുണ്ട്. JK സൂപ്പർ മാർക്കറ്റിൽ കണ്ടതും തന്നെ ആ ബിൽഡിങ്ങിൽ നിന്നും മിന്നൽസിൽ നിന്നും രക്ഷിച്ചതെല്ലാം ചിന്നു അങ്ങനെ ഓർത്തുകൊണ്ട് കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ അങ്കിളിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒപ്പിട്ട് തരാൻ പറ്റില്ല മാഡം. സോറി അച്ഛ, എന്നെ രക്ഷിച്ച അങ്കിളിനെ ശിക്ഷിക്കാൻ ഞാൻ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഇത് ദൈവദോഷമല്ലേ? അത് ആ അങ്കിളിനോട് ചെയ്യുന്ന നന്ദികേടല്ലേ മാഡം? ഈ കാര്യത്തിൽ എന്റെ അമ്മ പറയുന്നതാണ് ശരി. നടന്നതെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അച്ഛൻ ഇതെല്ലാം സംശയത്തിന്റെ പേരിലാണ് പറയുന്നത്. അതും അച്ഛന് എന്നെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്. അങ്ങനെ ചിന്നു പറയുമ്പോൾ ACP വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ചിന്നുവിന് പരാതി ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിന് ആക്ഷൻ എടുക്കാൻ കഴിയില്ല സാർ എന്ന് പറയുമ്പോൾ, ശരി മാഡം, എന്നാ ഞങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞു ചിന്നുവും അർച്ചനയും അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ വീണ്ടും നാണം കെട്ട് അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പുറത്ത് വന്നതിന് ശേഷം ചിന്നുവിനോട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, മോളെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ACPയെ കാണാൻ വേണ്ടി വന്നത്. എന്തു പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല അച്ഛ. എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ പ്രതി ചേർക്കാൻ നോക്കുന്ന നിങ്ങളുടെ മനസ്സ് അപാരം തന്നെ. എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ തിരിച്ച് അർച്ചനയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, മോളെ രക്ഷിച്ച ആളോട് നിനക്കെന്താ പ്രേമം തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ പോലെ തണൽ മരങ്ങളെ വെട്ടി വീഴ്ത്തുന്ന സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞ് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അർച്ചനയും ചിന്നുവും ഒരു കടയിൽ കയറി ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛനെ കണ്ടപ്പോൾ ഒന്നും എതിർക്കാൻ കഴിയാതെ എല്ലാം സമ്മതിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ സത്യസന്ധത നോക്കണമെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു നിലപാട് സ്വീകരിച്ചതെന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടുന്ന് പോവാനായി നിൽക്കുമ്പോൾ ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മയെ പോവല്ലേ, അടുത്തല്ലേ ആ അങ്കിള് താമസിക്കുന്ന ഹോട്ടല്, നമുക്ക് ഒന്ന് അവിടെ പോയി ആ അങ്കിളിനെ കണ്ടാലോ? എനിക്ക് ആ അങ്കിളിനോട് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. വയ്ക്കും ആ അങ്കിള് ആരാണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? നമുക്ക് അവിടെ ഒന്ന് പോയി ആ അങ്കിളിനെ കണ്ടിട്ട് പോവാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കും അയാളെ കാണണമെന്നും എന്റെ മോളെ കുറച്ചു നേരത്തേക്ക് സംരക്ഷിച്ച അയാളോട് നന്ദി പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ പോകുന്നത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാവൂ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആ അങ്കിളിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മേ. അന്ന് അച്ഛനും ചെറിയമ്മയും വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ആ അങ്കിളിനോട് എനിക്കൊന്നും
പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പോവാം. ആ അങ്കിൾ ഒരു പാവമാണ്. അങ്കിളിന് എന്നെ പോലെ ഒരു മകളുണ്ടായിരുന്നു. ആ മോള് കുഞ്ഞിലെ മരിച്ചുപോയി. എന്നെ കണ്ടപ്പോ ആ അങ്കിളിന് ആ മോളെയാണ് ഓർമ്മ വന്നത്. ഈ സമയം നമുക്കൊന്ന് അവിടെ പോയാലോ എന്ന് ചിന്നു ചോദിക്കുമ്പോ അർച്ചന ശരിയെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ആ ഹോട്ടലിലേക്ക് പോവുകയാണ്. ആ ഹോട്ടലിൽ എത്തിയതിനു ശേഷം അർച്ചന വീണ്ടും ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ വെറുതെ അദ്ദേഹത്തെ നമ്മൾ ശല്യപ്പെടുത്തണോ? നീ അന്ന് താങ്ക്സ് പറഞ്ഞതല്ലേ, നീയും അദ്ദേഹത്തെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എനിക്കന്ന് താങ്ക്സ് പറയാൻ കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല ആ നല്ല അങ്കിളിനെ പരിചയപ്പെടാൻ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? ആ അങ്കിളിനെ എന്നെ കാണുമ്പോൾ നല്ല സന്തോഷാവും. അമ്മ വായു എന്ന് പറഞ്ഞ് അവരങ്ങനെ നേരെ റിസപ്ഷനിൽ പോയി രേഖയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. എന്നാൽ പഴയ സ്റ്റാഫ് സുമേഷ് അവിടെ ഇല്ല. 2 ദിവസം ലീവായതിനാൽ അവിടെ പുതിയൊരു ലേഡി സ്റ്റാഫാണ് ഉള്ളത്. അർച്ചന എന്നിട്ട് ആ സ്റ്റാഫിനോട് പോയി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട്, എനിക്ക് അയാളെ ഒന്ന് കാണണമായിരുന്നു. അയാളെ ഈ പറഞ്ഞ സുമേഷിനാണ് അറിയാവുന്നത്, അതുകൊണ്ടാണ് അയാളെ കുറിച്ച് അന്വേഷിച്ചത് എന്ന് പറയുമ്പോൾ ആ ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട്, മേഡം ആരാണെന്ന് പറഞ്ഞോളൂ, ഞാൻ മേഡത്തെ സഹായിക്കാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്, ജീവൻ കുമാർ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, അയാളെ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട്, ആ അങ്ങനെയൊരു സാറ് ഇവിടെ താമസിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ വെക്കേറ്റ് ചെയ്തു പോയി എന്ന് പറയാണ്. അദ്ദേഹത്തെ കുറിച്ച് വേറൊരു ഡീറ്റെയിൽസും അറിയില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്, അവര് കോണ്ടാക്ട് ചെയ്യാൻ ഏതെങ്കിലും നമ്പർ ഉണ്ടോ, അതൊന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സ്റ്റാഫ് അവർക്ക് ജീവൻ കുമാറിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചിന്നു ആ ജീവൻ കുമാറിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്, അങ്കിളെ ഞാനാണ് ചിന്നു, എന്നെ ഇന്നലെ അങ്കിളാണ് രക്ഷിച്ചത്, എന്നോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷേ അങ്കിൾ ഈ ഹോട്ടലിൽ ഇല്ലായിരുന്നു, എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, അമ്മയ്ക്കും അങ്കിളിനോട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു, ഇതാ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ചിന്നു അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. അതിനുശേഷം അർച്ചന ജീവൻ കുമാറുമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവര് പറയുന്നതൊന്നും ജീവൻ കുമാറിന് കണക്ട് ആവുന്നില്ല. സുമേഷ് ജെകെയുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് ജീവൻ കുമാർ എന്ന പേര് പറഞ്ഞത്. അങ്ങനെ ജീവൻ കുമാർ അർച്ചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഏതു കുട്ടിയെയും രക്ഷിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ഞാനൊരു ബിസിനസ്മാൻ ആണ്, അതിൻ്റെതായ തിരക്കുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ജീവൻ കുമാർ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം അർച്ചന ചിന്നുവിനോട് പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇതെന്ന് തോന്നുന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല, ഇനിയിപ്പോ റിസപ്ഷനിൽ നിന്ന് തെറ്റായ നമ്പറാണ് തന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അർച്ചനയും ചിന്നുവും കൂടി റിസപ്ഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, അല്ല മേഡം, നിങ്ങൾ ചോദിച്ച ജീവൻ കുമാറിന്റെ നമ്പർ തന്നെയാണ് ഞാൻ തന്നത്, ഇപ്പോ സുമേഷ് ഏട്ടന് ആള് മാറിപ്പോയതായിരിക്കും, പല ആളുകളും വന്നു പോകുന്ന സ്ഥലമല്ലേ, എല്ലാവരെയും കൃത്യമായി ഓർക്കാൻ കഴിയില്ലല്ലോ എന്ന് ആ സ്റ്റാഫ് പറയുമ്പോൾ അർച്ചന ശരിയാണ്, സുമേഷിനെ തെറ്റിപ്പോയതായിരിക്കാം എന്ന് പറഞ്ഞ് അർച്ചനയും ചിന്നും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് പുറത്തു വന്നതിനു ശേഷം ചിന്നു അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ആ അങ്കിളിന്റെ പേര് ജീവൻ കുമാർ എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്താ ആ അങ്കിളിനോട് പേര് ചോദിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, പക്ഷെ ആ അങ്കിൾ ഒന്നും പറഞ്ഞില്ല, എന്തായാലും ആ അങ്കിൾ ഒരു ഹീറോ ആണ്, അമ്മയ്ക്ക് ആ അങ്കിളിനെ പരിചയപ്പെടുത്തി തരണമെന്നുണ്ടായിരുന്നു, ഇനി എങ്ങനെ ആ അങ്കിളിനെ കാണുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സാരല്ല മോളെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തെ കാണാൻ നമുക്ക് കഴിയുമായിരിക്കും, എന്തായാലും നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അർച്ചനയും ചിന്നും അവിടെ നിന്നും പോവുകയാണ്. ഈ ദിവസം രാവിലെ അർച്ചന അങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. മുകുന്ദൻ എന്നിട്ട്, ചേച്ചി എന്താ ഇത്ര നേരമായിട്ട് ഓഫീസിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ചിലപ്പോ പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ഗോപാലേട്ടന്റെ സഞ്ചയനമാണ്, കാർഡ് ഇപ്പോഴാണ് കണ്ടത്, എന്നാൽ അവിടെ ഒന്ന് കയറിയിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്ന് അങ്ങനെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദനും രമ്യയും മഞ്ജുവും വരികയാണ്. നന്ദനപ്പ പറയുന്നുണ്ട്, ചേച്ചിയുടെ കൂടെ ഞാനും പോകാമെന്ന് വിചാരിച്ചു, എന്തായാലും ഇനി ഉച്ചയ്ക്ക് ബാങ്കിലെത്താൻ കഴിയൂ എന്ന് പറയാണ്. രമ്യ അപ്പൊ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, അല്ല മുകുന്ദേട്ടൻ എന്താ പോയിട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട് ചേച്ചി, വഴിയിൽ വെച്ച് നമ്മുടെ പോസ്റ്റ് വുമണിനെ കണ്ടു, നമ്മുടെ അച്ചുവിനൊരു രജിസ്റ്റേർഡ് ഉണ്ട്, അച്ചു അമ്പാട്ടിലില്ല, എന്റെ കയ്യിൽ ലെറ്റർ തന്നാ മതി എന്ന് പറഞ്ഞപ്പോ അവര് കേട്ടില്ല, ലെറ്റർ അല്പം കോൺഫിഡൻഷ്യൽ ആണെന്നും അതുകൊണ്ട് അച്ചുവിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കണമെന്നാണ് അവര് പറഞ്ഞത്. ഇന്നലെ മുകുന്ദൻ അങ്ങനെ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അല്ല ആ ലെറ്റർ എവിടെ നിന്നാണ്, അതിനെ കുറിച്ച് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, അവരത് പറയും ചെയ്തു, പോലീസ് അക്കാദമിയിൽ നിന്നാണ് ആ രജിസ്റ്റേർഡ് വന്നിരിക്കുന്നത് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ മഞ്ജു വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ അച്ചുവിന് പോലീസിൽ ജോലി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന സന്തോഷത്തോടെ പറയുന്നുണ്ട്, പിന്നെ ജോലി കിട്ടിയിട്ടില്ല, ചിലപ്പോ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, അച്ചു ഇപ്പൊ ചന്ദ്രകാന്തത്തിലാണ് താമസിക്കുന്നതെന്ന് അവരോട് പറയേണ്ടി വന്നു, അവരങ്ങനെ എന്തുകൊണ്ടാണ് ചന്ദ്രകാന്തത്തിലേക്ക് അവൻ പോയതെന്ന് എന്നോട് കുറെ ചോദിച്ചു, അങ്ങനെ അവര് ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാതെയായി ചേച്ചി എന്നൊക്കെ മുകുന്ദൻ അങ്ങനെ പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, അച്ചുവിന് പരിശീലന ക്യാമ്പിനുള്ള സെലക്ഷൻ കിട്ടിയതായിരിക്കും, ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു വന്നാൽ അവനൊരു പോലീസാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.